സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത യാത്രകളിൽ മനുഷ്യൻ പാപത്തിൽ വീണു പോകാറുണ്ട്. എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും പാപത്തിൽ വീഴുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നുമുണ്ട്. മനുഷ്യൻ്റെ പാപം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് 4 വ്യാഖ്യാനങ്ങളാണ് പറയാൻ പറ്റുക. മനുഷ്യൻ്റെ പാപം, അതിൻ്റെ 4 വ്യാഖ്യാനങ്ങൾ. 1, പാപം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ലോകത്തിൽ ഞാൻ ചുരുങ്ങിപ്പോകുന്നതാണ്. എൻസൈക്ലോപീഡിയ പോലെ ശോഭിക്കേണ്ട ഞാൻ പോക്കറ്റ് ഡിക്ഷണറി പോലെ ഒതുങ്ങുന്നതാണ് പാപം. കഴുകനെ പോലെ പറന്നു നടക്കേണ്ട ഞാൻ കോഴിക്കുഞ്ഞിനെ പോലെ കൊത്തി തിന്നുന്നതാണ് പാപം. ഒരുപാട് ശോഭിക്കേണ്ട ഞാൻ ശോഭിക്കാതെ മങ്ങി മാഞ്ഞു പോകുന്നതാണ് പാപം. പാപം എൻ്റെ ലോകം ചുരുങ്ങുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ എൻ്റെ ഭാര്യ വീട്ടുകാരോട് പിണങ്ങിയിരിക്കുന്ന ഒരു ഭർത്താവാണ് ഞാനെങ്കിൽ എൻ്റെ ലോകം ചുരുങ്ങിപ്പോയി. എന്തെങ്കിലും കാരണത്താൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പരിഭവിച്ചിരിക്കുന്ന ഭാര്യയാണെങ്കിൽ എൻ്റെ ലോകം ചുരുങ്ങിപ്പോയി. ലോകം ചുരുങ്ങുന്നതാണ് പാപം. എൻ്റെ കൊച്ചു ലോകം ചുരുങ്ങി പോകുന്നതാണ് പാപം. ബൈബിൾ പറയും, പക്ഷിയെപ്പോലെ പറക്കേണ്ട മനുഷ്യൻ കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചു, ശോഭിക്കേണ്ട മനുഷ്യൻ ഒതുങ്ങി ഒളിച്ചുപോയി. അതിന് വിളിക്കുന്ന വാക്ക് പാപം. അപ്പം അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന ജീവിതമുണ്ടോ? പാപം എൻ്റെ ആകാശം ചുരുങ്ങുന്നതാണ്. എൻ്റെ ലോകം ചുരുങ്ങി ഞാൻ സ്വാർത്ഥതയിലേക്ക് കടക്കുന്നു. ഞാൻ എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇത്രയും മതി എന്ന് ചിന്തിച്ച് ഒതുങ്ങുന്ന എൻ്റെ ചക്രവാളം ചുരുങ്ങിപ്പോകുന്നതാണ് പാപം. രണ്ടാമത് പറയും, പാപമെന്ന് പറയുന്നത് ഓർക്കേണ്ട കാര്യങ്ങളെ മറക്കുന്നതാണ്. മറക്കേണ്ട കാര്യങ്ങളെ ഓർക്കുന്നു, ഓർക്കേണ്ട കാര്യങ്ങളെ മറക്കുന്നു. അത് പാപമാണ്. മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്. ആയിരിക്കേണ്ട സ്ഥലത്ത് ആയിരുന്നില്ലെങ്കിൽ അവൻ വേണ്ടാത്ത സ്ഥലത്ത് ആയിപ്പോവും. ആയിരിക്കേണ്ട സ്ഥലങ്ങളിൽ ആയിരിക്കാത്തവൻ അവൻ വേണ്ടാത്ത സ്ഥലങ്ങളിൽ ആയിപ്പോകും. പാനപാത്രങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടുത്തുന്നവൻ പായസക്കോപ്പകൾ തേടിപ്പോകും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പാനപാത്രങ്ങൾ മറക്കുന്നവൻ പായസക്കോപ്പകൾ തേടിപ്പോകും. സ്വന്തം ഭാര്യയുടെ മുഖം മറന്നാൽ, സ്വന്തം മക്കളുടെ മുഖം മറന്നാൽ വേറെ പെണ്ണുങ്ങളോട് പോകാൻ തോന്നും. സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം മറന്നാൽ കാമുകൻ്റെ പുറകെ ഓടാൻ ഒരു സ്ത്രീക്ക് തോന്നും. മക്കളെയും കൊന്ന് ഭർത്താവിനെയും വിഷം കൊടുത്ത് കൊന്നിട്ട് പോകുന്ന സ്ത്രീകളെക്കുറിച്ച് പത്രങ്ങളിൽ നമ്മൾ വാർത്ത വായിക്കുന്നു. കാരണം ജീവിതത്തിൽ ഓർക്കേണ്ടതിനെ മറക്കുന്നു, മറക്കേണ്ടതിനെ ഓർമ്മിക്കുന്നു. അത് പാപമാണ്. അത് പാപത്തെ സൂചിപ്പിക്കുന്നു. 3, പാപത്തിൻ്റെ മറ്റൊരു സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമെന്ന് പറയുന്നത് പടിപടിയായുള്ള ഒരു അധപ്പതനമാണ്. ഒരു ദിവസത്തിൽ, ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതല്ല, പടിപടിയായി സംഭവിക്കുന്ന അധപ്പതനമാണ് പാപം. പടിപടിയായിട്ട് ആദ്യമേ ഒരു സിഗരറ്റ് വലിച്ചു, പിന്നെ അത് ഒരു പാക്കറ്റായി മാറി. ആദ്യമേ ഒരു പെഗ് അടിച്ചു, പിന്നെ 2 പെഗ് അടിച്ചു, പിന്നെ ഒരു മഗ് അടിച്ചു. ആദ്യം ഏതാനും മില്ലി, പിന്നെ ഫുൾ ബോട്ടിൽ. പടിപടിയായ അധപതനം. ചീട്ട് കളിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പോയി, പിന്നെ പാതിരാത്രി ചീട്ടും കളിച്ച് ക്ലബിൽ കുത്തിയിരിക്കുന്ന പടിപടിയായ അധപതനം. ഞാൻ ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്നും താഴത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. മനുഷ്യനെ ദൈവം വിളിച്ചത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്കാണ്. പക്ഷേ മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ അവൻ ആയിരിക്കുന്നത് പിന്നെയും അധപ്പതിച്ചു പോവുക. കള്ളു കുടിച്ച് ഒരു കാട്ടുമൃഗത്തെ പോലെ ആവുക. കാശ് വെച്ച് ചീട്ട് കളിച്ച് എല്ലാം തകർക്കുക. മോശമായ സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് മ്ലേച്ഛമായ സ്വഭാവങ്ങൾ ആർജിക്കുക. ഇതാണ് പടിപടിയായി വരുന്ന ഒരു പരാജയം. പാപത്തിൻ്റെ 4ാമതൊരു വ്യാഖ്യാനം 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലാണ്.
4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളൽ. ഏതെല്ലാമാ 4 ബന്ധങ്ങൾ? 1 ദൈവത്തോടുള്ള ബന്ധം, 2 മനുഷ്യരോടുള്ള ബന്ധം, 3 മനസ്സാക്ഷിയോടുള്ള ബന്ധം, 4 പ്രപഞ്ചത്തോടുള്ള ബന്ധം. 4 ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതാണ് പാപം. ദൈവത്തോടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുക അത് പാപത്തെ സൂചിപ്പിക്കുന്നു. പ്രാർത്ഥനയില്ല, മതഗ്രന്ഥ വായനയില്ല, മതപരമായ ആരാധനാ രീതികളില്ല, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിൽ നിന്നും മാറി മാറി നിൽക്കുക, അത് പാപത്തിൻ്റെ ഒരു സ്റ്റേജാണ്, ഒരു ഘടകമാണ്. അപ്പം ദൈവത്തോടുള്ള ബന്ധം. 2 മനുഷ്യരോടുള്ള ബന്ധത്തിൽ വീഴുന്ന വിള്ളൽ. ആർക്കും ഒരു ഉപകാരവും ചെയ്യുകയല്ല, 10 പൈസയുടെ കാരുണ്യപ്രവൃത്തി പോലും ചെയ്യുകയല്ല, പരമാവധി മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കുക. ഒരു പാത്രം പച്ചവെള്ളം പോലും പാവങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ല. ചിലരുണ്ട് പള്ളി പണിയാൻ, കുരിശുപള്ളി പണിയാൻ, ക്ഷേത്രം പണിയാൻ, കൊടിമരം നട്ടാനൊക്കെ ഇഷ്ടം പോലെ പണം കൊടുക്കും. അയൽവക്കത്തെ മനുഷ്യന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കാൻ മടി, ആശുപത്രി കൊണ്ടുപോകാൻ മടി, ശ്രദ്ധിക്കാൻ മടി. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങളുള്ളത്. ഇതാണ് മനുഷ്യ ബന്ധത്തിൽ വിള്ളൽ വീണു, അത് പാപത്തെ സൂചിപ്പിക്കുന്നു. 3 മനുഷ്യ മനസാക്ഷി ബന്ധത്തിൽ ഒരു വിള്ളൽ. മനസാക്ഷിയിൽ ഒരു വിള്ളൽ. ഖേദിക്കുന്ന ഭൂതകാല സ്മരണ മനുഷ്യന് തരുന്നത് അവൻ്റെ മനസാക്ഷിയാണ്. ഖേദിക്കുന്ന ഭൂതകാല സ്മരണകൾ മനുഷ്യന് സമ്മാനിക്കുന്നത് അവൻ്റെ മനസാക്ഷിയാണ്. ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ച് ഒരു പാപബോധമില്ലെങ്കിൽ, ഒരു പശ്ചാത്താപമില്ലെങ്കിൽ മനസാക്ഷിയിൽ ബന്ധം നഷ്ടപ്പെടുന്നവനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സ്വയം പരിശോധിക്കണം. ഞാൻ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ, തിരുത്തേണ്ട മേഖലയുണ്ടോ, തിരുത്താൻ കഴിയുക, അത് മനസാക്ഷി. ഇല്ലെങ്കിൽ മനസാക്ഷിയിൽ വിള്ളൽ വീണു. 4 പ്രപഞ്ചവുമായി ബന്ധത്തിൽ വിള്ളൽ. മരങ്ങൾ വെട്ടിമുറിക്കുക, തോടുകൾ മൂടിക്കളയുക, മഴവെള്ളത്തിൻ്റെ ഒഴുക്കിച്ചാലുകൾ അടച്ചു വെക്കുക, അങ്ങനെ മരങ്ങൾ വെട്ടിമുറിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ. ഈ 4 വിള്ളലുകൾ പാപം. ദൈവബന്ധം, മനുഷ്യബന്ധം, മനസാക്ഷി ബന്ധം, പ്രപഞ്ചബന്ധം. തിന്മയെ തിരിച്ചറിയാൻ ആത്മശോധന നടത്താനും ഏതോ ഒരു മേഖലയിലാണോ തിരുത്തലെന്ന് അറിയാനും ദൈവം വിളിക്കുന്നു. തിരിച്ചറിവുകൾ നമ്മളെ തിരിച്ചു നടത്തട്ടെ. നന്ദി.